അച്ഛൻ ഇറങ്ങിയില്ലേ? അച്ഛൻ സമയമായി പോണ്ടേ? പൊന്നോക്കണ 5 മിനിറ്റ് ഈ മുണ്ട് വയറ് ചുറ്റി വരണ്ടേ? സാധാരണ ഒരുങ്ങാൻ പെണ്ണുങ്ങൾക്ക് സമയം എടുക്കണം. ഇവിടെ നേരെ തിരിച്ചാണല്ലോ. അച്ഛാ അച്ഛനും മോള് ഇതുവരെ പോയില്ലേ? എവിടെ? അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാറിന്റെ മുഖത്തൊരു വാട്ടം? അറിഞ്ഞൂടി? എടാ, നിന്റെ മൂക്കിന്റെ താഴെ വളരുന്നത് മീശയല്ലേ, അല്ലാതെ ഉമിക്കരി ഒന്നും അല്ലല്ലോ. ആ പക്വതെങ്കിലും കാണിക്കടാ. അല്ലെങ്കിൽ തന്നെ എല്ലാ കല്യാണത്തിനും കൂടെ വരണം. നിനക്കെന്താണ് ഇത്ര നിർബന്ധം? ഈ മീശുള്ളവരെ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ പടവലത്തെ അപ്പൂപ്പിനെ നെയ്യാറ്റിക്കരയിലെ അപ്പൂപ്പിനെ വീട്ടിൽ തന്നെ ഇരുത്തേണ്ടി വരും. ഇത് പൊടിമീശ, അത് നരച്ച മീശ, വ്യത്യാസമുണ്ട് കേട്ടോ. ഓ എടാ, ഇത് സിദ്ധുവിന്റെ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണമാണ്. ഒന്നാമത് അവിടെ ഒരു സംസാരമുണ്ട്. ലച്ചു എപ്പോ കല്യാണത്തിന് വന്നാലും അച്ഛനെ അമ്മേനെ അനിയത്തിമാരെ അനിയനെ കൊണ്ടൊക്കെ വന്നേന്ന് ഒരു ലോറിക്കകത്ത്. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ? അതുകൊണ്ടാ. ആരങ്ങനെ പറഞ്ഞത്? അതാരായിക്കോട്ടെ, വെറുതെ എന്തിനാന്നേ. അവള് പറഞ്ഞാലും കാര്യമില്ലേ? ഒരു കല്യാണത്തിന് വിളിച്ച് എല്ലാവരും കൂടെ പോകുന്ന നാണക്കേട്. അതുകൊണ്ടാണ് മിനിമലായിട്ട് ഞാൻ അച്ഛനെ മാത്രം വിളിച്ചുകൊണ്ട് പോണത്. അച്ഛൻ വന്നേ, അച്ഛൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ്. സുന്ദരനായിട്ടുണ്ട്. ആരെങ്കിലും കല്യാണത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അലക്കി തേച്ച ഉടുപ്പിട്ടോണ്ട് ഇറങ്ങിക്കോണം. എടാ കളവകാശു, എന്റെ മോളെ സംബന്ധക്കാരെ കല്യാണത്തിനാണ് പോണത്, അല്ല വിളിക്കാതിരിക്കണല്ല. എന്നാ അച്ഛന്റെ മോനെ വിളിക്കാത്ത കല്യാണത്തിലാണ് അച്ഛനീ പോണെന്നുള്ള കാര്യം ഓർത്താ കൊള്ളാം. അയ്യടാ, ജനാർദ്ദനന്റെ അളിയന്റെ അല്ലേ മച്ചബീര മോനാണ് എന്നെ നേരിട്ട് ഒന്ന് വിളിച്ചത് അല്ലേ? അല്ലാതെ ഞാൻ വെറുതെ സദ്യ ഉണ്ടാക്കാർ പോവല്ലടാ കൊതിയാ. പിന്നെ നിന്നെ കല്യാണം വിളിക്കാത്ത കാര്യം നിനക്കുള്ള പ്രായമായില്ല. കല്യാണം വിളിക്കാനൊക്കെ പ്രായമുണ്ടോ? കല്യാണം വിളിക്കാനും പ്രായമുണ്ട്, കല്യാണം കഴിക്കാനും പ്രായമുണ്ട്. അച്ഛൻ എന്തിനാ ഈ പാൽക്കുപ്പി പയ്യന്മാരൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കണേ? അവിടെ ഊണിന് മുന്നേ എത്തണ്ടേ? മുഹൂർത്തം കഴിഞ്ഞു പോണ്ടേ? നമ്മൾ രണ്ടുമില്ല, പിന്നെ നീരുമില്ല. ആട്ടാക്കി നിന്നോണം. ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം മൊത്തം. നിന്റെ അടുത്തോട് ഞാൻ പറഞ്ഞത് നോക്കണേ. വിഷമിക്കണ്ട, പോട്ടെ. പാറുവേ, എന്തിനാണ് പുതിയ പാത്രമൊക്കെ മേടിച്ചു തന്നിട്ടും നിന്റെ പൂച്ച പാൽ കുടിച്ചു കഴിഞ്ഞില്ലേ? ചില സമയം മടിയാ പാൽ കുടിക്കാൻ. നിന്റെ പൂച്ച നിന്നെ പോലെ തന്നെയല്ലേ പാൽ കുടിക്കാൻ മടിയെന്ന്? പാറുവേ, ചേട്ടനൊരു കാര്യം ചോദിച്ചാ മകള് സത്യം പറയൂ? ചോദിക്ക്. അച്ഛനും ലച്ചു ചേച്ചിയും കല്യാണത്തിന് പോയപ്പോഴേ മക്കളെ കൊണ്ടുപോകത്തില്ലേ മകൾക്ക് സങ്കടം ഉണ്ടല്ലേ? ഇല്ല, അത്രയും നേരം എനിക്ക് പൂച്ചയായിട്ട് കളിക്കാലോ. പൂച്ചയായിട്ട് കളിക്കാല്ലേ? ഈ പൂച്ച വന്ന് കയറി ശരിച്ചേട്ടാ നീ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പോലും നിനക്ക് അറിഞ്ഞൂടാ. എന്തിനാ ശ്രദ്ധിക്കണം? എന്തിനാ ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിക്കണ്ട നീങ്ങളാണെന്ന്. ഡേയ്, കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ പറഞ്ഞാണ് നിന്റെ പൂച്ചയെ കൊണ്ട് കളയുമെന്ന്. ഇത്തവണ ഞാൻ ഒറിജിനലായിട്ട് കൊണ്ട് പാറയുടെ തൂക്കിയെടുത്ത് എറിഞ്ഞേ. എന്നാ ചേട്ടനടുത്ത് തൂക്കിയെടുത്ത് പാറമിടും. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ പൂച്ചയെ പിടിച്ചെടുത്ത് പാല് കൂച്ചട്ട് നിന്റെ പൂച്ച. പൂച്ചയ്ക്ക് ഒരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. ഓടി, ഞാനിനി പൂച്ചയുടെ പേരും പൂച്ചയുടെ ഇൻഷലും പിന്നെ വീട്ടുപേരും കൂടെ ചേർത്ത് ഞാൻ വിളിക്കാ. ഇനി ചേച്ചി കല്യാണത്തിന് കൊണ്ടത്തിന് നല്ല വിഷമം ഉണ്ടല്ലോ ഇപ്പോഴും. ആർക്ക് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. എടാ, നിന്റെ നെറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ നല്ല വിഷമം ഉണ്ടെന്നാണ്ട്. ചേച്ചി, നമ്മുടെ കുടുംബപരമല്ല കേട്ടോ. ചേച്ചി വെറുതെ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട. എടാ, അബദ്ധത്തിലാണെങ്കിലും നീ ഈ പറഞ്ഞ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാം. സത്യം പറയല്ലേ, എനിക്ക് ഞാൻ പോവാതിരുന്നതാണ്. കാരണം ഈ ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിന്റെ ഇടയ്ക്ക് പോയി എനിക്ക് ഇപ്പം അങ്ങോട്ട് വയ്യ. എന്തോ ഒരു മടുപ്പ്. എന്താ ഇൻട്രോവേർട്ടാ? അങ്ങനെ വരുവാണോ എന്നൊരു സംശയം എനിക്ക്. തേങ്ങ. എടാ, കല്യാണത്തിന് കൊണ്ടുപോകാത്തതിന്റെ വിഷമത്തിൽ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഞാൻ വന്നു കയറിയ ആളാ, അപ്പൊ എന്നെ കൊണ്ടുപോയില്ല, ഓക്കെ സമ്മതിച്ച്. പക്ഷെ നീ അവിടെ സ്വന്തം അനിയനല്ലേ, എന്നിട്ടും കൊണ്ടുപോയില്ലല്ലോ. അവിടെ അതുകൊണ്ട് സ്വന്തം അനിയനല്ലേ, തവിടെ കൊടുത്തല്ലോ വാങ്ങിച്ചാന്നു. എന്നെ തവിട് കൊടുത്തോ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്തോ എങ്ങനെ വേണേലും മേടിച്ചോട്ട്. ഇനി ഇതേപോലെ കല്യാണത്തിന്റെ കാര്യം വല്ലതും സംസാരിക്കാൻ വന്ന ആ വീട് കണ്ടല്ലേ, അതിന്റെ ഫ്രണ്ടിൽ ഒരു നീല ടാർപ്പയും 19 ചുവന്ന കസേരയും വരും. മാർച്ചിലാണ് എന്റെ ബർത്ത്ഡേ. നീ ഇപ്പഴേ ടാർപ്പിടാൻ പോണോ? ഈ പോക്കാണെങ്കിൽ അതുവരെ പോകൂല. ചേച്ചിയുടെ ചാക്കാതെ ആവശ്യിക്കുന്നു. എന്നെ ശരിക്കും അറിഞ്ഞൂടാ. ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ? ചുമ്മാ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. പോടി. പിന്നെ തട്ടാനാണോ തന്നെ? അത് ഞാൻ ആ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞല്ലേ. നമ്മുടെ ഫ്രിഡ്ജില് ചിക്കൻ കറി ഇരിപ്പില്ലായിരുന്നോ ഇന്നലത്തെ? അത് ചൂടാക്കി തരൂ. അത് ഞാൻ ചൂടാക്കി ബ്രെഡിൻ്റെ കൂടെ കഴിച്ച്. വളരെ നല്ല കാര്യം. ഇതെന്താടാ? മുട്ടയും അച്ചാറ്. ടേസ്റ്റ് നോക്കട്ടാ. ആ പടന്ന് മാത്രമേ ഉള്ളൂ.
അടിപൊളി കോമ്പിനേഷൻ. ഒരു പപ്പടമെങ്കിലും പൊള്ളിച്ചു തരൂ. ഇച്ചിരി ബുദ്ധിമുട്ടാടാ. എടാ, ചേട്ടൻ പോയിക്കോട്ടെ ഇന്ന് ഇവിടെ. നല്ല മുട്ട, നാടൻ മുട്ട.